നിങ്ങളുടെ പാപങ്ങളുടെ ഗൗരവം എത്രയാണെങ്കിലും മരണം വരെ വിശ്വസ്തയോടെ ജപമാല ചൊല്ലുകയാണെങ്കിൽ മഹത്വത്തിൻ്റെ ഒരിക്കലും വാടാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. വിശുദ്ധ ഡൊമിനിക് സാവിയോ. 1239 വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ആശ്രമത്തിൽ നിന്നും വന്ന വൈദികർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിരുന്ന ഒരു ദേവാലയത്തിൻ്റെ പുതുക്കിയ രൂപമാണ് ദേവാലയ പ്രയാണത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അതായത് 780 വർഷങ്ങൾക്കിപ്പുറവും ഇന്നത്തെ തലമുറ അതിൻ്റെ അവശേഷിപ്പുകൾ അതേ ഭംഗിയിൽ ആസ്വദിക്കുന്നുവെന്ന് വേണം പറയാൻ. 1860-കളിൽ വർദ്ധിച്ചു വരുന്ന ക്രിസ്ത്യൻ സമൂഹവും അയർലൻഡിൽ നിന്ന് കുടിയേറി പാർത്തവരും ദാരിദ്ര്യവും ന്യൂകാസിൽ എന്ന വലിയ പട്ടണത്തെ പിടികൂടിയപ്പോൾ പുതിയ ദേവാലയം എന്ന ആശയം ഉയർന്നു വരികയും 1863 ഡൊമിനിക്കൻ വൈദികർ അതിനുവേണ്ട സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു. 1869 ഇംഗ്ലണ്ടിൻ്റെ നോർത്ത് ഭാഗത്തെ ഏറ്റവും വലിയ സിറ്റിയിൽ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയത്തിന് കല്ലിട്ടപ്പോൾ ഉയർന്നു വന്നത് സിറ്റിയിലെ മനോഹരമായ ദേവാലയമായിരുന്നു. 3 വർഷങ്ങൾ കൊണ്ട് പണി കഴിപ്പിച്ച ഈ ദേവാലയത്തിൻ്റെ മനോഹാരിത എത്ര വർണ്ണിച്ചാലും മതിയാകില്ല. ന്യൂകാസിൽ എന്ന വലിയ പട്ടണത്തിലെ ആദ്യത്തെ ആൾത്താരയും ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകതയാണ്. കയറി വരുമ്പോൾ തന്നെ കാണുന്ന ക്രൂശിത രൂപം ദേവാലയത്തിൻ്റെ പ്രധാന ആകർഷണമായി നിലനിൽക്കുന്നു. ഈ ദേവാലയത്തെ പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോന്നും ഓരോ നാഴികക്കല്ലുകളായിരുന്നുവെന്ന് വേണം പറയാൻ. ഒറ്റത്തവണ കൊണ്ട് പണിതുയർത്തിയതല്ല ഇന്ന് കാണുന്നത് പോലുള്ള ഈ ദേവാലയം. 1866 ഈ ദേവാലയത്തിൻ്റെ ഇടതുഭാഗം പണി കഴിപ്പിക്കപ്പെട്ടു. ആ ഭാഗം വിശുദ്ധ യൗസേപ്പിതാവിന് സമർപ്പിക്കപ്പെട്ടു. അതായത് 18-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക്കും വിശുദ്ധ മാർട്ടിൻ ഡി പോറസും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സ്റ്റാച്ചുവിന് അരികിലായുണ്ട്. സ്റ്റാച്ചുവിൻ്റെ അരികിലായി തന്നെ വിശുദ്ധ ഡൊമിനിക്കിനെയും നമുക്ക് കാണാൻ സാധിക്കും. 1879 വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ അൾത്താരയോട് ചേർന്ന് അറിയിപ്പുകളും വചന സന്ദേശങ്ങളും നൽകുന്നതിനായി ഒരു പ്രസംഗപീഠം സ്ഥാപിക്കപ്പെട്ടു. ആ പ്രസംഗപീഠത്തിൽ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ജീവചരിത്രം മാർബിളിൽ കൊത്തിയതും നമുക്ക് കാണാൻ സാധിക്കും. 1873 സെപ്റ്റംബർ 11 ഈശോയുടെ ജ്ഞാനസ്നാനവും പരിശുദ്ധാത്മാവിൻ്റെ ഇറങ്ങി വരുന്ന ഗ്ലാസ് പെയിന്റിനും താഴെയായി സ്ഥാപിക്കപ്പെട്ട ജ്ഞാനസ്നാനത്തൊട്ടിലിൽ 3 ആൺകുട്ടികളുടെ ജ്ഞാനസ്നാനം നൽകിയതാണ് ആദ്യമായി ഈ ദേവാലയത്തിൽ നടന്ന ബാപ്റ്റിസം. ഈ ദേവാലയത്തിൽ പ്രധാനമായും 2 അൾത്താരകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തേത് ഹൈ ഓൾട്ടർ, രണ്ടാമത്തേത് സെൻട്രൽ ഓൾട്ടർ. ഹൈ ഓൾട്ടർ എന്നറിയപ്പെടുന്ന അൾത്താരയിൽ ഞായറാഴ്ച ഒരു ദിവ്യബലി അർപ്പിക്കാനാണ് ബിഷപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. ലാറ്റിൻ ഭാഷയിൽ അൾത്താരയിൽ എഴുതിയിരിക്കുന്നത്: സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ വലുതാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് നേർച്ചകളും കാഴ്ചകളും അർപ്പിക്കപ്പെടും. എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ വലുതാകുന്നു എന്നാണ്. ഹൈ ഓൾട്ടറിൽ 1826 പീറ്റർബ്രോ കത്തീഡ്രലിൽ നിന്നും വിശുദ്ധ ഡൊമിനിക്കിൻ്റെയും വിശുദ്ധ ജോൺ ബാപ്റ്റിസ്റ്റിൻ്റെയും വിശുദ്ധ മൈക്കിളിൻ്റെയും മരത്തിൽ തീർത്ത രൂപങ്ങൾ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്നത് 50 പൗണ്ടിനാണ്. രണ്ടാമത്തെ ആൾത്താരയാണ് സെൻട്രൽ ഓൾട്ടർ. സെൻട്രൽ ഓൾട്ടറിലാണ് ദിവസേനയുള്ള ദിവ്യബലികൾ അർപ്പിക്കപ്പെടുന്നത്. ഹൈ ഓൾട്ടറിലാണ് സക്രാരിയും സക്രാരിയുടെ ഉള്ളിൽ ഈശോയെയും സൂക്ഷിച്ചിരിക്കുന്നത്. ദിവസേനയുള്ള ദിവ്യബലിക്ക് ഈശോയെ എടുക്കുന്നതും ഹൈ ഓൾട്ടറിൽ നിന്നാണ്. ഹൈ ഓൾട്ടറിന് അരികിലായി സെൻറ്റ് പാട്രിക്കിൻ്റെ വലിയൊരു സ്റ്റാച്ചു നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സെൻട്രൽ ഓൾട്ടറിൻ്റെ വലതു ഭാഗത്തായിട്ട് കുരിശിൽ തൂങ്ങി മരിച്ച ഈശോയെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൻ്റെ പ്രധാന ആകർഷണമാണ് സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിന് ജപമാല സമ്മാനിക്കുന്നതും വിശുദ്ധരും മാലാഖമാരും സ്വർഗം മുഴുവനും സന്തോഷിക്കുന്നതുമായിട്ടുള്ള ഈ പെയിൻറ്റിങ്. 1885 ഈ പെയിൻറ്റിങ് വരച്ചത്. ഇതിന് താഴെയായി ജപമാല റാണിയെയും നമുക്ക് കാണാൻ സാധിക്കും. അതിനു ചുറ്റുമായി മാർബിളിൽ കൊത്തുപണികൾ തീർത്ത മാലാഖമാരെയും വിശുദ്ധ ഡൊമിനിക്കിനെയും ഉണ്ണിയേശുവിനെയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിത്യസഹായ മാതാവിൻ്റെ ഒരു ചിത്രവും നമുക്ക് ഈ ദേവാലയത്തിൽ കാണാൻ സാധിക്കും. ക്രിസ്തുരാജൻ്റെ ചിത്രവും അതിനരികിലായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ദേവാലയത്തിൻ്റെ ഇരുവശങ്ങളിലായി 10 തൂണുകളിൽ 10 ഡൊമിനിക്കൻ വിശുദ്ധരെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ പിയൂസ് 5 മാർപ്പാപ്പ, വിശുദ്ധ റോസാലിമ എന്നറിയപ്പെട്ടിരുന്ന ഇസബെല്ല ഫ്ലോറസ്, വിശുദ്ധ തോമസ് അക്വിനോസ്, സെൻറ്റ് റേമണ്ട് ഓഫ് പെന്നിഫോർട്ട്, യൂറോപ്പിലെ ആദ്യ ഫീമെയിൽ ഡോക്ടർ,
വിശുദ്ധ വിൻസെന്റ് ഫെറർ, റിഫോമർ ചർച്ച് ലോ എന്നറിയപ്പെടുന്ന വിശുദ്ധൻ. വിശുദ്ധ കാതറിൻ, മരുഭൂമിയിൽ ഭൂതങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട വിശുദ്ധ അന്റോണിനോസ്, ആർച്ച് ബിഷപ്പ് ഫ്ലോറൻസ്, രക്തസാക്ഷിയായ വിശുദ്ധ പീറ്റർ, വിശുദ്ധ ലൂയിസ്. ഞങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചതിന് നന്ദി. ഞങ്ങളുടെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വീഡിയോസുമായി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.